ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ലൈഫ് ജീവനും ജീവിതവും അതിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മിനിസ്ട്രി ആസ് എ ടീം, ക്രിസ്തീയ ശുശ്രൂഷകള് ഒരു സംയുക്ത സംരംഭം എന്നാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ ആമുഖമായിട്ട് നമ്മുടെ ഈ പഠന പരമ്പരയുടെ ഓർഗനൈസിങ് കമ്മിറ്റീനെ ഒന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്യാനായിട്ട് ഈ ടൈം എടുക്കുകയാണ്. കാരണം ടീം വർക്ക് എന്താണെന്നുള്ളതിനൊരു ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിനെ തന്നെ കാണാൻ പറ്റും. ഞാൻ നോക്കിയപ്പോൾ സെഷൻ 190 അതാണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന മെസ്സേജ്. 190ാമത്തെ എപ്പിസോഡാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോഗ്രാം പോകുന്നത്. ഒരാഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 4 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോഗ്രാം പോകുന്നുണ്ട് ഉള്ളത് ഒരു ടീം വർക്ക് വിജയിക്കാനായിട്ട് എത്ര പോസിബിലിറ്റി കൂടുതൽ ഉണ്ടെന്നുള്ളതിന് ഒരു ഉദാഹരണമായിട്ട് നമുക്ക് കാണാം. 2021 അവസാനം അല്ലെങ്കിൽ 2022 സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോഗ്രാം 2026 വരെയും ദൈവം സഹായിച്ച് മുന്നോട്ട് പോകുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഫാക്കൽറ്റീസിനെ കൊണ്ടുവരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകൾ കൊണ്ടുവരുന്നു. ഇതൊക്കെ ഈ ടീമിന്റെ ഒരു വിജയമായിട്ട് നമുക്ക് കാണാം. അപ്പം അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ദൈവം ഇനിയും ധാരാളമായിട്ട് ഉപയോഗിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ സെഷൻ നമുക്ക് ഫാക്കൽറ്റി ആയിട്ട് വന്നിരിക്കുന്നത്, സ്പീക്കറായിട്ട് വന്നിരിക്കുന്നത് ജോജി സഹോദരനാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം ഒരിക്കൽ കൂടി പറയാം: ക്രിസ്തീയ ശുശ്രൂഷ ഒരു സംയുക്ത സംരംഭം, ക്രിസ്ത്യൻ മിനിസ്ട്രി ആസ് എ ടീം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമ്മളോട് സംസാരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള ജോജി സഹോദരനാണ്. സഹോദരനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് സമയം കളയുന്നില്ല. സബ്ജക്റ്റ് ക്രിസ്ത്യൻ മിനിസ്ട്രി എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ചാണ് സഹോദരൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബൈബിളിൽ മൊത്തം കാണുന്ന പാറ്റേൺ, ക്രിസ്ത്യൻ മിനിസ്ട്രി അതൊരു ഒരു വ്യക്തിപരമായിട്ട് ചെയ്യുന്ന ഒരു മിനിസ്ട്രി ആയിട്ടല്ല നമ്മൾ കാണുന്നത്. ദൈവം പ്രവർത്തിച്ചിരിക്കുന്നതും കർത്താവ് പ്രവർത്തിച്ചിരിക്കുന്നതും ഒക്കെ ടീമായിട്ടാണ് പ്രവർത്തിച്ചത്. ചെറുതും വലുതുമായിട്ടുള്ള ടീമുകൾ യൂസ് ചെയ്ത് ടീം മെമ്പേഴ്സിനെ ബിൽഡ് ചെയ്തുകൊണ്ടാണ് കർത്താവ് പ്രവർത്തിച്ചിരിക്കുന്നത് നമുക്ക് ബൈബിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ് ഒരു ടീം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ക്രിസ്ത്യൻ മിനിസ്ട്രിയും മറ്റുള്ള മിനിസ്ട്രികളൊക്കെ തമ്മിൽ എന്താണ് വ്യത്യാസം, മറ്റുള്ള വർക്കുകളും ക്രിസ്ത്യൻ മിനിസ്ട്രിയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുപോലെ നമുക്കറിയാം, ക്രിസ്ത്യൻ മിനിസ്ട്രി എപ്പോഴും വിജയിക്കാനായിട്ട് കൂടുതൽ പോസിബിലിറ്റി ഉള്ളത് അതൊരു ടീം ബേസിസിൽ ചെയ്യുമ്പോഴാണ്. ഇൻഡിവിജ്വൽ ബേസിസിൽ ചെയ്തു കഴിഞ്ഞാൽ അത് പരാജയപ്പെട്ടു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ അദ്ദേഹം കൂടുതൽ മാനിക്കുന്നത് ടീം വർക്കിനെയാണ് എന്നുള്ള കാര്യം നമുക്ക് ബൈബിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പൊ ഈ വിഷയത്തിൽ കൂടുതൽ ഗഹനമായിട്ടുള്ള ചിന്തകൾ ആധികാരികമായിട്ട് സംസാരിക്കുവാനായിട്ട് പ്രിയ ജോജി അങ്കിളിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തില് സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. 190ാമത്തെ സെഷനാണ്. അത് തന്നെ വലിയ കാര്യമാണ്. അനേക വിഷയങ്ങൾ ചർച്ച ചെയ്ത് പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ വന്നിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഇങ്ങനെ ഒരു സബ്ജക്റ്റ് വെച്ചത് വളരെ നന്നായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മലയാളത്തിൽ പറയുമ്പോൾ സംയുക്ത സംരംഭം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അത് ജോയിന്റ് വെഞ്ചർ എന്നാണ്. ഞാൻ ജോയിന്റ് വെഞ്ചറിനെ കുറിച്ചല്ല പറയുന്നത്. ജോയിന്റ് വെഞ്ചറും ടീമും രണ്ടും രണ്ടാണ്. മലയാളത്തിലെ ടീമിന് ഞാൻ അർത്ഥം നോക്കിയപ്പോൾ ടീം എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ജോയിന്റ് വെഞ്ചർ സംയുക്ത സംരംഭം എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക പരിപാടികൾക്ക് വേണ്ടി 2-3 പേര് ഫോം ചെയ്യുന്ന, അത് താൽക്കാലത്തേക്ക് ഫോം ചെയ്യുന്ന ഒരു പരിപാടി എന്നുള്ളതിലാണ് ജോയിന്റ് വെഞ്ചർ. എന്നാൽ ടീം എന്നുള്ളത് അതല്ല. ടീമിന്റെ ആശയം ഞാൻ വിശദീകരിക്കുന്നതാണ്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ആ ആശയത്തിലേക്ക് കടക്കാം. നമ്മള് ഈസോപ്പ് കഥകളിൽ പഠിച്ചു വരുന്ന ഒരു കാര്യമാണ് ഐക്യമത്യം മഹാബലം. ഈസോപ്പ് സ്റ്റോറിയിൽ പ്രധാനമായിട്ടും നമ്മൾ ആദ്യകാലങ്ങളിൽ പഠിച്ചു വരുന്ന, ചിലങ്കിൽ ചെറുപ്പത്തിലെ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഹെലൻ കെല്ലർ, അതായത് അമേരിക്കൻ ഓതറായിരുന്ന ഹെലൻ കെല്ലർ ഇങ്ങനെയാണ് പറഞ്ഞത്: എലോൺ വി ക്യാൻ ഡു ലിറ്റിൽ. നമുക്ക് ഒറ്റയ്ക്ക് വളരെ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ടുഗദർ വി ക്യാൻ ഡു സോ മച്ച്. ഒരുമിച്ച് നിന്നാൽ നമുക്ക് വളരെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് മാത്രമല്ല, ഇംഗ്ലീഷിലൊരു ചൊല്ലു തന്നെയുണ്ടല്ലോ: നോബഡി ക്ലൈംസ്
മൗണ്ട് എവറസ്റ്റ് അലോൺ. ആരും ഒറ്റയ്ക്ക് എവറസ്റ്റ് കീഴടക്കുന്നില്ല. അവിടെ ഒരു ടീം സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തീയ ശുശ്രൂഷയിലും ആ ഒരു ടീം എഫക്റ്റ് ഉണ്ടെങ്കിലേ അത് ഫലവത്തായിട്ട് തീരുള്ളൂ. ഞാൻ ആമുഖമായിട്ട് ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. സഭാപ്രസംഗി 4-ാം അധ്യായം അതിന്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. സഭാപ്രസംഗി 4-ാം അധ്യായത്തിന്റെ 9 മുതൽ 12 വരെ. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്, അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടുന്നു. വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും. ഏകാകി വീണാലോ അവനെ എഴുന്നേൽപ്പിപ്പാൻ ആരുമില്ലായകൊണ്ട് അവൻ അയ്യോ കഷ്ടം. രണ്ടുപേർ ഒന്നിച്ച് കിടന്നാൽ അവർക്ക് കുളിർ മാറും. ഒരുത്തൻ തന്നെ ആയാലോ എങ്ങനെ കുളിർ മാറും? ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ രണ്ടുപേർക്കും അവരോട് എതിർത്ത് നിൽക്കാം. മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല. ഈ 4 വാക്യങ്ങളിൽ പ്രധാനമായിട്ടും ടീം വർക്കിന്റെ 4 പ്രത്യേകതകൾ അവിടെയുണ്ട്. 9-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നല്ല പ്രതിഫലം, ഗുഡ് റിസൾട്ട്, നല്ല പ്രതിഫലം ലഭിക്കുന്നു. 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വീണാൽ എഴുന്നേൽപ്പിക്കാൻ ഒരാളുണ്ട്. 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താണ്? പരസ്പരം കുളിർമാക്കുന്നു, അല്ലെങ്കിൽ പരസ്പരം എന്താണ്? ഒരു പ്രൊട്ടക്ഷനാണ്. 12-ാം വാക്യത്തിലേക്ക് 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും അങ്ങനെയാണ്. ഒരുമിച്ച് എതിർത്ത് നിന്ന് എതിരാളികളെ പരാജയപ്പെടുത്താനായിട്ട് സാധിക്കുന്നു. ഇത് പഴയ നിയമത്തിൽ പണ്ടേ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ക്രിസ്തീയ വേല എന്ന് പറയുന്നതും അങ്ങനെ ഒരുമിച്ച് ചെയ്യേണ്ടതാണ്. ഈ റിസൾട്ട് എല്ലാം അവിടെ വേണം എന്നാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. എന്ന് മാത്രമല്ല, മറ്റൊരു വാക്യം കൂടി നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് വായിച്ച്, അത് സദൃശ്യവാക്യങ്ങള് 27-ാം അധ്യായം അതിന്റെ 17-ാം വാക്യമാണ്. 27:17. അവിടെ ഇങ്ങനെയാണ്: ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു, മനുഷ്യൻ മനുഷ്യന് മൂർച്ച കൂട്ടുന്നു. അത് ഏതർത്ഥത്തിലാണ് പൊതുവെ മനസ്സിലാക്കുന്നത് അറിഞ്ഞുകൂടാ. മനുഷ്യനെ മെച്ചമാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ രണ്ടുപേർ ചേർന്നേ പറ്റുള്ളൂ. ഇരുമ്പും കൂടെ ഒരസിയാണ് നമ്മൾ മൂർച്ച കൂട്ടുന്നത് എന്ന് പറഞ്ഞ പോലെ there will be a mutual relationship and mutual trust. എന്തിനാ? നമ്മൾ ഓരോരുത്തരും വളരാൻ. there is a mutual accountability also. നമുക്കൊരു പരസ്പരം അക്കൗണ്ടബിലിറ്റിയും അതിനകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മ്യൂച്വൽ ഇംപ്രൂവ്മെന്റ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ പരസ്പര പുരോഗതി, ജ്ഞാനപൂർവമായിരിക്കുന്ന ഉപദേശം, ആശയവിനിമയം, ഉത്തരവാദിത്തങ്ങള്, ഇവയെല്ലാം എന്താണ്? നമ്മളെ പരസ്പര ബന്ധത്തെ ആശ്രയിച്ചായിരിക്കുന്നു. ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നല്ല, ഏറ്റവും ഫലവത്തായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് നമുക്കറിയാം. അപ്പൊ ഈ വാക്യം, സദൃശവാക്യം 27:19 വായിക്കുന്നത് മറ്റുള്ളവരുമായുള്ള സത്യസന്ധമായിരിക്കുന്ന ഇടപെടലിലൂടെ നാം പഠിക്കുകയും വളരുകയും ചെയ്യാൻ ഉള്ള സാധ്യത അവിടെയുണ്ട്. അത് വ്യക്തിപരമായിരിക്കുന്ന അല്ലെങ്കിൽ ആത്മീയമായിരിക്കുന്ന വികസനത്തിന്, ആരോഗ്യപരമായിരിക്കുന്ന വികസനത്തിനൊക്കെയും ആവശ്യമായിരിക്കുന്ന കാര്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേർ ഒരുമിച്ച് ആയിരിക്കുന്നതും ഒറ്റയ്ക്ക് ആയിരിക്കുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് കാണിച്ച വഴികളും അങ്ങനെ തന്നെയാണ്. അതിനു മുമ്പ് ഞാൻ തിരിച്ചൊന്നുകൂടെ പോവുകയാണ്. എന്താണ് ഈ ടീം എന്ന് പറയുന്നത്? ഏതായാലും ടീം ആകണമെങ്കിൽ ഒന്നും കൂടുതൽ ആൾക്കാർ വേണം, നമുക്കറിയാം. ഒറ്റയ്ക്ക് ഒരു ടീം ആവില്ല, ടീമിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. ടീമിന് ഇങ്ങനെ മലയാളത്തിൽ ഒരു നിർവചനം കൊടുക്കാനായിട്ട് പറ്റും. ഇച്ചിരി ലെങ്ത് ആണ്, പക്ഷെ ആ ലെങ്തില് ആ നിർവചനത്തിന്റെ കോമ്പണൻസ് എല്ലാം ചേർത്ത് വെച്ചാൽ അത് എഫക്റ്റീവായി അത് സഭയിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല റിസൾട്ട് ലഭിക്കുന്ന ഒന്നാണ്. ഞാനത് മലയാളത്തിൽ നിർവചിക്കാനായിട്ട് ശ്രമിക്കാം. ഇച്ചിരി ലെങ്തിയാണ്.
പരസ്പര പൂരകമായി കഴിവുള്ളവർ ഒരു പൊതു ലക്ഷ്യത്തിനായി സഹകരിച്ച് പ്രവർത്തിക്കുകയും ഉത്തരവാദിത്തം പങ്കിടുകയും നിർവചിക്കപ്പെട്ട റോളുകളും തുറന്ന ആശയവിനിമയം ഉപയോഗിച്ച് ഒറ്റയ്ക്ക് എളുപ്പത്തിൽ നേടാൻ കഴിയാത്ത റിസൾട്ട് നേടുന്നതിന് പരസ്പര വിശ്വാസത്തിലും ഉത്തരവാദിത്തത്തിലും ആശ്രയിക്കുന്ന പരസ്പര ആശ്രിതരായ വ്യക്തികളുടെ ഒരു കൂട്ടം ആണ് ടീം. അപ്പം അതിനകത്ത് പല കോമ്പണൻസ് ഉണ്ട്. ഒന്നാമത്തെ കോമ്പണൻസ് എന്ന് പറയുന്ന ഒരു ടീമിന് ഒരു ലക്ഷ്യമുണ്ടെന്ന്. ടീമിന് ഒരു ലക്ഷ്യമുണ്ട്. ലക്ഷ്യമില്ലാത്ത ടീമല്ല. നമുക്കറിയാം, ഒരു ഫുട്ബോൾ ടീമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയാണെങ്കിലും വിജയിക്കുക എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് റൂൾ മാനിക്കാതെ എന്നുള്ളതല്ല, വിജയിക്കുക എന്നുള്ളതാണ് ടീമിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. എന്ന് പറഞ്ഞാൽ ആ ടീമില് 11 പേരുണ്ടെങ്കിൽ 11 പേർക്ക് ഒരു ലക്ഷ്യമുണ്ട്, എങ്ങനെയും ഗോൾ അടിക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ വിജയിക്കാനുള്ള ശ്രമം. ഒരു കോമൺ ഗോൾ അല്ലെങ്കിൽ പൊതുവായ ലക്ഷ്യം ആ ടീമിനുണ്ട്. രണ്ടാമത് നമ്മൾ ആ ഡെഫിനിഷനിൽ നിർവചനത്തിലുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരസ്പര ആശ്രയത്തോടെ ഇന്റർ ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുട്ബോൾ ടീം ആണെങ്കിൽ ഗോളി തൊട്ട് ഇങ്ങ് ഫോർവേഡ് വരെ ഒരു കണക്ഷൻ ഉണ്ട്. ഒറ്റയ്ക്ക് ഡിഫൻഡർ കൊണ്ടുപോയി ഗോൾ അടിക്കുന്നില്ല. അത് പരസ്പരം ആശ്രയിച്ചാണ് അവരുടെ കളികൾ മുന്നോട്ട് പോകുന്നത്. സഭയിലും അങ്ങനെ തന്നെയാണ്. ഞാൻ അതിലേക്ക് വിശദീകരിക്കാനായിട്ട് സഭയായിട്ട് ബന്ധത്തിലേക്ക് വിശദീകരണം പിന്നെ പറയുന്നുണ്ട്. ടീം എന്താണ് എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് വരാം. മൂന്നാമതായിട്ട് ഈ നിർവചനത്തിന്റെ കോമ്പണൻസ് എന്ന് പറയുന്നത് നിർവചിക്കപ്പെട്ട റോളുകൾ. ഓരോ വ്യക്തിക്കും അവരുടെ നിർവചിക്കപ്പെട്ട റോളുകളുണ്ട്. ഗോളിക്ക് ഗോളിയുടെ റോളാണ്, ഫോർവേഡിന് ഗോൾ അടിക്കുക എന്നുള്ള റോളാണുള്ളത്, ഡിഫൻഡേഴ്സിന് ഗോൾ അടിക്കുന്നത് തടയുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈൻഡ് ആയിട്ട് റോൾസ്. സഭ ക്രിസ്ത്യൻ മിനിസ്ട്രീസിലും അങ്ങനെ തന്നെ വേണം, നിർവചിക്കപ്പെട്ട റോളുകൾ. മറ്റൊന്ന് എന്ന് പറയുന്നത് പരസ്പര പൂരകമായിരിക്കുന്ന കഴിവുകളാണ്. ഒരാളുടെ കുറവുകളെ നികത്താൻ മറ്റൊരാളോട് ഉണ്ടാകണം. കോംപ്ലിമെന്ററി സ്കിൽസ് എന്നാണ് അതിന് പറയുന്നത്. കോംപ്ലിമെന്ററി സ്കിൽസ്. സഭാ മിനിസ്ട്രിയില് ഒരു വ്യക്തിയുടെ കുറവ് തീർക്കാൻ മറ്റൊരാൾ ഉണ്ടാകുക എന്നുള്ളത് അത് ടീമിന്റെ ഭാഗമാണ്. ഒരു ടീമില് നമുക്കറിയാം, ഒരാൾ മര്യാദയ്ക്ക് കളിക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ വേറെ ഒരാൾ അതിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ള എങ്കിലും ടീം വർക്ക് ചെയ്യും. ഗോള് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ. പലപ്പോഴും ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ടീം ഉണ്ട്, പക്ഷെ ലക്ഷ്യം എന്താണെന്ന് മറന്നു പോകുന്നു, അല്ലെങ്കിൽ പരസ്പര ആശ്രയത്വം ഇല്ലാതെ പോകുന്നു. മറ്റൊരു കാര്യം നമ്മുടെ ഈ ടീമിന്റെ നിർവചനത്തിൽ പറയുന്നത് മ്യൂച്വൽ അക്കൗണ്ടബിലിറ്റിയാണ്. പരസ്പരം ഉത്തരവാദിത്വം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റയ്ക്കുള്ള ഒരു ഉത്തരവാദിത്വത്തെ കുറിച്ചല്ല. ടീമിന്റെ ഓരോ വ്യക്തിക്കും അവർക്ക് അതിൻ്റെതായ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പറ്റില്ല. ഞാൻ ആ ടീമിന്റെ ഭാഗമല്ല എന്ന് ഒരു കളിക്കാരന് പറയാൻ പറ്റില്ല. കാരണം കളിക്കാരൻ കളിക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ടീമിന്റെ ഭാഗമാണ്. അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വ്യക്തമായി അത് ചെയ്യണം. അപ്പം ഈച്ച് മെമ്പേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദെയർ കോൺട്രിബ്യൂഷൻസ് ആൻഡ് ഫോർ ദ ടീം സക്സസ്. അതാണ് അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പലപ്പോഴും മെയിൻ സ്ട്രീമിൽ നിന്ന് അല്ലെങ്കിൽ ആ ടീമിൽ നിന്ന് മാറി നിൽക്കുന്ന പ്രവണത. അങ്ങനെ വന്നു കഴിയുമ്പം അയാൾ ടീമിൽ ഉണ്ടോ എന്നുള്ളതാണ് മെയിൻ ചോദ്യം. ടീമിൽ ഉണ്ടെങ്കിലും ഉത്തരവാദിത്തങ്ങളെ ചെയ്യാതെ പോകാം എന്നാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരു കാര്യം, ടീമിന് ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം ട്രസ്റ്റ് ആൻഡ് റെസ്പെക്ട്. പരസ്പര വിശ്വാസവും ആദരവും. ഓരോ കളിക്കാരനും ടീമിലാണെങ്കിലും ഏതൊരു പൊസിഷനിലാണെങ്കിലും അവന് കൊടുക്കേണ്ട ആദരം കൊടുക്കണം, പരസ്പര വിശ്വാസം വേണം താൻ. പലപ്പോഴും അതില്ലാതെ പോകുമ്പോഴുള്ള അപകടം എപ്പോഴും ഉണ്ട്. ഒരു വ്യക്തിയെ മാത്രം ആശ്രയിച്ചല്ല ഒരു ടീം പ്രവർത്തിക്കുന്നത്. അത് പരസ്പര സഹകരണത്തോടെ, പരസ്പര വിശ്വാസത്തോടെ, പരസ്പര ആദരവോടെ
ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നിർവചനത്തിൽ മറ്റൊരു കാര്യം കൂടെ പറയുന്നത് കൊളാബറേഷൻ, വർക്കിംഗ് ടുഗദർ, സഹകരണം. സഹകരിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ശക്തി കൂട്ടുവാണ്. ശക്തി കൂട്ടുന്നതോടൊപ്പം തന്നെ ടീം മേറ്റ്സിന് എന്താണ്, അവർക്കൊന്നുകൂടെ ബലം നൽകുന്ന ഒന്നാണ്. കൂടെ ഒരാൾ പോകുന്നതും കൂടെ രണ്ടുപേരുണ്ട് എന്ന് പറയുന്നതും തമ്മിൽ ഉള്ളിലെ ബലം വളരെ വ്യത്യാസമുണ്ട്. അതിൽ ആശയം എന്താണ്, കൈമാറുന്നതിൽ മാത്രമല്ല, പല വർക്കിംഗ് ടുഗദർ, ഒരുമിച്ച് വേല ചെയ്യുന്നത് ഏത് സമയത്തും എന്താണ്, ആ ടീമിലുള്ള എല്ലാവർക്കും ബലം നൽകുന്ന ഒന്നാണ്. മറ്റൊന്നാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു കാര്യം, കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. ഒരു ടീമിന് ഓപ്പൺ, ഓണസ്റ്റ് ആൻഡ് ഡയറക്റ്റ് ഇൻഫർമേഷൻ അത് കൈമാറ്റം ചെയ്യാൻ കഴിയണം. ഇപ്പം നമുക്കറിയാം, ക്രിക്കറ്റ് കളിയാണെങ്കിൽ റണ്ണെടുക്കാനായിട്ട് ഓടുന്നതിന് മുമ്പ് അപ്പുറത്ത് ചിലപ്പോൾ വിളി വരും, നോ എന്ന് പറയും, എന്താ ഓടണ്ട, കമ്മ്യൂണിക്കേഷനാ അല്ലേ. അപ്പം ചില കളികളിൽ ഐശാല് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ടീമിന്റെ ഒരു പാർട്ടായിട്ടാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ പൊതുവായ ലക്ഷ്യം, പരസ്പര ആശ്രയത്വം, നിർവചിക്കപ്പെട്ട റോളുകള്, പരസ്പര പൂരകമായിരിക്കുന്ന കഴിവുകള്, ഉത്തരവാദിത്വം, പരസ്പര ഉത്തരവാദിത്വം, അതുപോലെ തന്നെ പരസ്പര വിശ്വാസവും ആദരവും, സഹകരണം, ആശയവിനിമയം, ഇതെല്ലാം ഒരുമിച്ച് ചേരുമ്പോഴായിട്ടാണ് ടീം എന്നുള്ള ഡെഫിനിഷനിൽ വരുന്നത്. ടീം എന്ന് പറയണമെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ചേരണം, അല്ലെങ്കിൽ പിന്നെ ടീം അല്ല. നിർവചന പ്രകാരം അങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്നതിന്റെ കാര്യം, ക്രിസ്ത്യൻ മിനിസ്ട്രി ഒരു ടീമാണ് എങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അവിടെ വേണം. ക്രിസ്ത്യൻ മിനിസ്ട്രിക്ക് ഒരു പൊതുവായ ലക്ഷ്യമുണ്ട്, പരസ്പരം ആശ്രയത്വം വേണം, അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, ക്രിസ്തീയ വിശ്വാസികൾക്ക് ശരിയായ നിലയിൽ അവിടെ ശുശ്രൂഷ ചെയ്യാൻ അപകടങ്ങൾ നിറഞ്ഞ ഒന്നാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. കാരണം ടീമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. പലപ്പോഴും ലക്ഷ്യം എന്താണ് എന്ന് ടീമിലുള്ളവർക്ക് അറിയത്തില്ല. ഉള്ള അപകടം എന്താ, എന്താണോ ലക്ഷ്യമിട്ടത് അതോടെ എത്താനായിട്ട് പറ്റില്ല. ശരി, ഞാൻ ഡെഫിനേഷന്റെ കാര്യം പറഞ്ഞിട്ട് ബൈബിളിൽ കർത്താവ് കാണിച്ച ഉപമയിൽ ചില എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. യേശുക്രിസ്തു ശിഷ്യന്മാരെ 12 പേരെ തിരഞ്ഞെടുത്തു. അതിനുശേഷം അവരെ വേലയ്ക്ക് അയച്ചപ്പോൾ ഈ രണ്ടായി അയച്ചു തുടങ്ങിയെന്നാണ് മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഈ 2 പേരായിട്ട് അയച്ചു തുടങ്ങി. എന്തുകൊണ്ട് കർത്താവ് ഓരോരുത്തരായിട്ട് അയക്കാൻ? കർത്താവിനറിയാം, ഒന്നിൽ കൂടുതൽ ആൾക്കാർ പോകണം, ഒരുത്തൻ വീണാൽ എഴുന്നേൽപ്പിക്കാൻ ആള് വേണം, പരസ്പരം എന്താണ്, ഒരുമിച്ച് നിന്ന് ബലം പ്രാപിച്ച് വേണം മുന്നോട്ട് പോകാൻ, അല്ലേ. അതുപോലെ തന്നെ അവിടെ എന്താണ്, ഇവാഞ്ചലിസത്തെ കുറിച്ച് പറയുമ്പം നേരിട്ട് സുവിശേഷീകരണമാണെങ്കിൽ നമുക്ക് ഓരോരുത്തരോട് സുവിശേഷം പറയാം, ശരിയാണ്. 2 പേരായിട്ട് പോകാം. കർത്താവ് അങ്ങനെയാണ് ആൾക്കാരെ വിട്ടത്. ഇപ്പൊ നേരിട്ട് ഒരു വ്യക്തിയോട് സുവിശേഷം പറയുന്നത് കൊണ്ട് തെറ്റുണ്ട് എന്നുള്ള ആശയത്തിലല്ല. ഏറ്റവും നല്ല റിസൾട്ട് എന്ന് പറയുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പുതിയ നിയമ കാലഘട്ടത്തിൽ ആദിമ സഭയെ കുറിച്ച് പറയുമ്പോൾ അപ്പസ്തോല പ്രവൃത്തികൾ 2-ന്റെ 44 തൊട്ടുള്ള വാക്യങ്ങൾ, 44 തൊട്ട് 47 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. 2:44 മുതൽ, വിശ്വസിച്ചെല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും ഒരുമിച്ചിരുന്നു, അല്ലെ. പിന്നെ എന്താണ്, പങ്കിട്ടു എന്നൊരു വാക്കുണ്ട് താഴോട്ട് വായിക്കുമ്പോൾ. അവിടെ താഴോട്ട് വായിക്കുമ്പം അവിടെ 4 പ്രധാന വാക്കുകളാണ്. പങ്കിട്ടു, അവര് ഗാദർ ചെയ്തു, ഒരുമിച്ച് കൂട്ടി. അതുപോലെ എന്താണ്, അവര് ഭക്ഷണം കഴിച്ചു, ഒരുമിച്ച് അവര് കർത്താവിന് സ്തോത്രം ചൊല്ലി. അവിടെയെല്ലാം ഒരു ടീമായിട്ട് അവർ ചെയ്തത്, അല്ലെ.
വിശിഷ്ടരെല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുന്നു. ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. പിന്നീടാണ് വായിക്കുന്നത് കർത്താവ് രക്ഷിക്കപ്പെടുന്നതിനെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നുള്ള വാക്കാനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആദിമ സഭയിലും അവരൊരു യൂണിറ്റ് ആയിട്ടാണ് ചെയ്തത്, ഒരു ടീമായിട്ടാണ് കാര്യങ്ങളെ ചെയ്തതെന്ന് കാണാൻ സാധിക്കും. സഭ മിനിസ്ട്രി, ക്രിസ്ത്യൻ മിനിസ്ട്രി ഈസ് ഫണ്ടമെന്റലി എ ടീം എഫർട്ട്. അത് ബൈബിളിലെ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ പഴയ നിയമത്തിലാണേലും എക്സാമ്പിൾ ഉണ്ട്, ടീമായിട്ട് പ്രവർത്തിച്ചത് മോശയും അഹരോനും ഒരു ടീമായിരുന്നു. അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാണ് കാര്യങ്ങളെ ചെയ്തത്. ഇത്രയും വലിയ ഒരു ജനക്കൂട്ടത്തെ ലീഡ് ചെയ്യാൻ ഈ രണ്ടുപേര് ദൈവം ഉപയോഗിച്ചു എന്ന് മാത്രമല്ല, മോശ മാത്രമാണെങ്കിൽ മോശ മടുത്തുപോയനെ, എങ്കിൽ അല്ലാതെ തന്നെയും മടുപ്പ് അനുഭവപ്പെട്ടു നമുക്കറിയാം. പക്ഷെ ബൈബിളിൽ പഴയ നിയമത്തിൽ തന്നെ വ്യക്തമായിട്ട് ഉണ്ട്. നെഹ്മിയാവിന്റെ മതിൽ പണി വലിയൊരു എക്സാമ്പിളാണ്. നെഹ്മിയാവിന്റെ മതിൽ പണി ഏറ്റവും വിജയകരമായി തീർന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ സഹകരണമാണ്. അവിടെയും നമുക്ക് കാണാൻ സാധിക്കും, അവിടെ സബ് ഗ്രൂപ്പുകളായിട്ട് നെഹ്മിയാവ് തിരിക്കുന്നുണ്ട്. ഓർഗനൈസ് ചെയ്ത് വീണ്ടും ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് ആ ഗ്രൂപ്പിന് ഓരോ പൊതുവായ ലക്ഷ്യം കൊടുത്ത് ഉത്തരവാദിത്വം കൊടുത്ത് മതിൽ പണിയിക്കുകയാണ്. അത് വലിയൊരു പ്രൊജക്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ നെഹ്മിയാവ് തന്നെ അങ്ങനെ ചെയ്തത്. നമ്മുടെ സഭകളിൽ എന്താണ് വലിയ പ്രൊജക്റ്റ് ആണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ സഭ പ്രാദേശിക സഭകളിൽ നമുക്കതൊരു വലിയ പ്രൊജക്റ്റ് ആയിട്ട് തോന്നില്ല. എന്നാൽ വലിയൊരു പരിപാടിയാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. സഭയ്ക്ക് പൊതുവായ, ക്രിസ്ത്യൻ മിനിസ്ട്രിക്ക് പൊതുവായ ലക്ഷ്യമുണ്ട്, അത് നമ്മൾ മറന്നു പോകരുത്. ഞാൻ ബൈബിളിൽ നിന്ന് ചില വാക്യങ്ങൾ ഈ കാര്യങ്ങളെ സമർത്ഥിക്കാനായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സഭ മിനിസ്ട്രി എന്ന് പറയുന്നത് ബൈബിളിൽ കാണുമ്പം സഭ ഒരു ശരീരമാണ്. സഭ ഒരു ശരീരം. ആ ശരീരം എന്ന് പറയുന്നത് തന്നെ ഓർമ്മിച്ചിരിക്കുന്നത് പല സ്ഥലത്തുണ്ട്. എങ്കിലും കൃപാവരങ്ങളെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഭാഗത്ത് 1 കൊരിന്ത്യർ 12 വരുമ്പോൾ അവിടെ 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ശരീരം ഒരു അവയവമല്ല പലതത്രേ, അല്ലെ? ഞാൻ കൈയില്ലായകൊണ്ട് അവിടെ പല ഭാഗത്ത് പറയുന്ന കാര്യങ്ങള്. 1-ാമത്തെ വാക്യം നമ്മൾ ആദ്യം 13 പറയുന്നുണ്ട്, ശരീരം ഒന്ന്, അതിന് അവയവം പലതും, ശരീരത്തിന്റെ അവയവം പലതുമായിരിക്കെ എല്ലാം ഒരു ശരീരവുമായിരിക്കുന്ന പോലെയാകുന്നു ക്രിസ്തു. ഒരു ശരീരം, പല അവയവങ്ങൾ. അവിടെയാണ് ടീം എന്നുള്ള കാര്യം പറയുന്നത്. സഭ എന്നുള്ള പരിപാടിയിലെ ടീമിന്റെ ആവശ്യകത വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവയവങ്ങൾ എല്ലാം നമുക്ക് പറയുന്നത് വിശ്വാസികളാണ്, ഓരോ മെമ്പേഴ്സാണ്. ഇവിടെ പറയുന്നത് കൃപാവരങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഓരോരുത്തർക്കും പകുത്ത് നൽകിയിരിക്കുന്നു സഭയുടെ ആത്മീക വർധനയ്ക്ക് വേണ്ടി. ഓരോരുത്തർക്കും സഭയിലെ റോളുണ്ട്. ആർക്കും എനിക്ക് റോൾ ഇല്ല എന്ന് പറയാനായിട്ട് പറ്റില്ല. ക്രിസ്തീയ ശുശ്രൂഷയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. കർത്താവ് നമ്മളെ ഏൽപ്പിച്ച വലിയൊരു മിനിസ്ട്രി ഉണ്ട്. ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുക. അത് ഇന്ന് എന്താണ്, പ്രാദേശിക സഭകളിലൂടെ ദൈവം അത് ചെയ്യുന്നു, മിഷൻ വർക്കിലൂടെ ദൈവം അത് ചെയ്യുന്നു. കർത്താവ് അങ്ങനെയാണ് ഇന്ന് സഭയെ വളർത്തുന്നത്. എന്നാൽ നമ്മൾ ഈ കൃപാവരങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വേദഭാഗത്ത് സഭയിലെ ദൈവം
കൃപാവരങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് ഓരോ വ്യക്തിക്കും ഓരോ ദൗത്യമുണ്ട്. ഒരു അവയവത്തിന്റെ ദൗത്യം, അല്ലെങ്കിൽ കൈയുടെ ദൗത്യമല്ല കാലിൻ്റെത്, കാലിന്റെ ദൗത്യമല്ല കണ്ണിൻ്റെത്, കണ്ണിന്റെ അല്ല ചെവിയുടേത്. ഓരോ അവയവങ്ങൾക്കും അതിൻ്റെതായ ദൗത്യമുണ്ട്. ഇനി ഒരു അവയവത്തിന് ഒരു ദൗത്യവും ഇല്ല എന്ന് പറയാനായിട്ട് പറ്റില്ല. അങ്ങനെയല്ല ദൈവം കൃപാവരങ്ങളെ കുറിച്ച് വെച്ചിരിക്കുന്നത്. പലപ്പോഴും സഭയുടെ പരിപാടികൾക്കാണേലും സഭയുടെ ഓരോ ഇവന്റ്സിലാണേലും പലപ്പോഴും മെയിൻ സ്ട്രീമിൽ ചിലർ മാത്രം ഉണ്ടാവും, ബാക്കിയുള്ളവരൊക്കെ ഇന്നാക്റ്റീവാണ്. എന്നാൽ കൃപാവരങ്ങൾ ശരിയായി ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഒരു ടീമായി നിൽക്കാനായിട്ട് പറ്റൂ. എന്ന് മാത്രമല്ല, അവിടെ നമ്മൾ വായിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഒരു മ്യൂച്വൽ ഡിപ്പെൻഡൻസ്, 21-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ്: നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. ഇന്റർഡിപെൻഡൻസ്, പരസ്പര ആശ്രയം. നമ്മളെ ടീമിന്റെ കോമ്പണൻസ് സഭയിലേക്ക് നിന്നും പരിശോധിച്ച് നോക്കുവാണ്. ഈ 12-27 ഭാഗത്ത് മുഴുവൻ ശരീരവും അവയവവും എന്നുള്ള കമ്പാരിസൺ ആണ് പൗലോസ് അപ്പോസ്തലൻ എടുത്തത് പറയുന്നത്. കൃപാവരങ്ങൾ ഉപയോഗിക്കേണ്ടത് പരസ്പര ആശ്രയത്വത്തോടെയാണ്. അതായത് മെമ്പേഴ്സ് റിലൈ ഓൺ ഈച്ച് അതേഴ്സ് ഇൻഫർമേഷൻ, സ്കിൽ ആൻഡ് റിസോഴ്സസ് ടു കംപ്ലീറ്റ് ദ ടാസ്ക്. അല്ലാണ്ട് പറ്റില്ല. അതായത് അതാണ് ഇപ്പൊ 21-ാം വാക്യത്തിൽ വായിച്ചിരിക്കുന്നത്. എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അയാളും ആ വ്യക്തിയും ആവശ്യമാണ്, ആ സഹോദരനും ആവശ്യമാണ്, ആ സഹോദരി ആവശ്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയിൽ ആവശ്യമില്ലാത്ത മെമ്പേഴ്സ് ഇല്ല, എല്ലാവരും ആവശ്യമുള്ളവരാണ്. അത് ടീമിന്റെ ഭാഗമാണ്. ടീമിൽ നിന്ന്, സഭയിൽ നിന്ന് ചിലരെ ഒഴിവാക്കി നിർത്താനുള്ള പ്രൊവിഷനും ദൈവം തന്നെ തരുന്നില്ല. മറ്റൊന്നാണ് 27-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം. അവിടെ പറയുന്നത് എന്താ? അവിടെ നിർവചിക്കപ്പെട്ട റോളാ. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും വെവ്വേറെ അവയവമാകുന്നു, ദൈവം സഭയിൽ, അല്ലെ? അപ്പൊ അവിടെ പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരം. വീണ്ടും അവിടെ വണ്ണസിനെ കുറിച്ച് പറയുന്നതാണ്. ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും സന്തോഷിക്കുന്നു. അപ്പൊ അവിടെ വായിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം എന്താണ്? കരുതാനുള്ള, കെയർ ചെയ്യാനുള്ള ഉത്തരവാദിത്വം. മ്യൂച്വൽ അക്കൗണ്ടബിലിറ്റി അവിടെ ഉണ്ട്. 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ കൈയില്ലായകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ള അല്ല എന്ന് പറയുകയില്ല. കൈക്ക് കൈയുടെ റോളുണ്ട്, കാലിന് കാലിന്റെ റോളുണ്ട്. എന്നാൽ തിരിച്ചല്ല, കാലിന് കൈയുടെ റോൾ ചെയ്യാൻ പറ്റില്ല, അല്ലെ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള അക്കൗണ്ടബിലിറ്റി ഉണ്ട് എന്ന് മാത്രമല്ല, ഓരോ വ്യക്തിയും, സഭയിലുള്ള ഓരോ വ്യക്തിയും ദൈവത്തിന് മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരാ. കാരണം കർത്താവാണ് കൃപാവരങ്ങൾ നൽകുന്നത്. അവര് ടീം എന്ന നിലയിൽ പ്രവർത്തിച്ച് കർത്താവിന് മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരാ. മ്യൂച്വൽ അക്കൗണ്ടബിലിറ്റി ഉണ്ട്. മെമ്പേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദെയർ കോൺട്രിബ്യൂഷൻസ് ആൻഡ് ഓൾസോ ദെയർ ടീം സക്സസ്. അവരെ വിജയിക്കാനുള്ള ഉത്തരവാദിത്വം അവിടെ തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം, ഒരു ഫുട്ബോൾ കളിയിലാണെങ്കിൽ ടീം വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ടീമിന്റെ മൊത്തമായ ഉത്തരവാദിത്വമാണ്, ഓരോ വ്യക്തിയുടെ ഉത്തരവാദിത്വമാണ്. അത് അവരുടെ റോളുകൾ ശരിയായ നിലയിൽ പെർഫോം ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ. 25-ാം വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ മറ്റൊന്നാണ് വായിക്കുന്നത്. അവിടെ
കോംപ്ലിമെന്ററി സ്കിൽസിനെ കുറിച്ച് പറയുന്നതാണ്. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതണം. അന്യോന്യം ഒരുപോലെ കരുതണം, അല്ലെ? ടീമില് അത് ആവശ്യമായിരിക്കുന്ന കാര്യമാണ്. പലപ്പോഴും ടീമില് ചിലര് മാത്രം ഫങ്ഷൻ ചെയ്യുമ്പോൾ അന്യോന്യം കരുതുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ടുപോകും. അന്യോന്യം ഒരുപോലെ കരുതുക. ഇതെല്ലാം ഞാൻ പറഞ്ഞാൽ ഇതെല്ലാം ടീമിന്റെ ആ ആശയത്തിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അന്യോന്യം കരുതണം, കെയർ ചെയ്യണം, പരസ്പര വിശ്വാസവും ആദരവും അവിടെ വേണം. 22-ാം വാക്യത്തില് വരുമ്പോ ഇങ്ങനെയാണ് വായിക്കുന്നത്: ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളതാകുന്നു. ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവർക്ക് നാം അധികം മാനം അണിയിക്കുന്നു. അങ്ങനെയാണ്, നാം അധികം മാനം അണിയിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനം കുറഞ്ഞവയെ മാനം അണിയിക്കാനുള്ള ഉത്തരവാദിത്വം മറ്റുള്ളവർക്കാണ്. അവിടെയാണ് പരസ്പര വിശ്വാസവും ആദരവും കൊടുക്കേണ്ടതിന്റെ ഒരു കാരണം. എ ഫൗണ്ടേഷൻ ഓഫ് ബിലീഫ് ഇൻ ഈച്ച് അതേഴ്സ് എബിലിറ്റീസ് ആൻഡ് ഇന്റൻഷൻസ്. അത് വേണം. മറ്റുള്ളവരുടെ എബിലിറ്റിയെ നമ്മൾ മാനിക്കാതെ പോയാൽ പ്രശ്നമാണ്. കഴിവുകളെ മാനിക്കാതെ പോകുന്നു. കഴിവുള്ളവരെ കഴിവ് അംഗീകരിക്കാൻ എന്നുള്ളത് തന്നെയാണ്. ഈ കഴിവ് കുറവുള്ളവരെയും അതനുസരിച്ച് അവരെ മാനിക്കാനും അവരെ കെയർ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഒരു ടീം എന്ന നിലയിൽ ആ ടീമിലെ ഓരോ വ്യക്തിക്കും. എന്ന് മാത്രമല്ല, കൃപാവരങ്ങളെ കുറിച്ച് പറയുമ്പം ഒരു കൃപാവരം മാത്രമല്ല സഭയില് ഉപയോഗിക്കുക. എല്ലാ കൃപാവരങ്ങളും ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് സഭയിൽ അത് ആത്മീയ വർധനയ്ക്ക് കാരണമായിത്തീരും, ഫ്രൂട്ട്ഫുൾ ആയിത്തീരും. കൃപാവരങ്ങളുണ്ട്, എന്നാൽ അത് ഉപയോഗിക്കപ്പെടുന്നില്ലെങ്കിൽ സഭയ്ക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ട്. ദൈവാത്മാവ് കൃപാവരങ്ങളെ തന്നത് സഭയുടെ നന്മയ്ക്കാണ്, അത് വളർച്ചയ്ക്കാണ്. ആത്മീയമായ വളർച്ച ഓരോ വിശ്വാസിക്കും ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് കൃപാവരങ്ങളെ ദൈവം വെച്ചിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും ചില വ്യക്തികൾ മാത്രം ആ റോളിലേക്ക് വരുന്നു എന്നുള്ളത് അപകടമാണ്. മെയിൻ സ്ട്രീമിൽ നിന്ന് മാറി നിൽക്കുന്ന അനേകരുണ്ട്, അതും അപകടമാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു റോൾ ഉണ്ട് എന്ന് പലപ്പോഴും മനസ്സിലാകുന്നില്ല. അവരുടെ അക്കൗണ്ടബിലിറ്റി എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടില്ല. ഒരു മ്യൂച്വൽ അക്കൗണ്ടബിലിറ്റി അവർക്കുണ്ട് എന്നുള്ളതും അവരെ ഈ ടീമിന്റെ ഭാഗമാണ് എന്ന് തോന്നത്തക്കവണ്ണം അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടികൾ പലപ്പോഴും നമ്മൾ നടത്തുന്നില്ല. അപ്പൊ സഭ ആണെങ്കിൽ പോലും ടീമായിട്ട് പ്രവർത്തിക്കാനായിട്ട് ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ. സഭ ഒരു ഗ്രൂപ്പാന്നുള്ളത് ശരിയാണ്, പക്ഷെ ടീമാണോ എന്ന് ചോദിച്ചാൽ വിശ്വാസികളുടെ കൂട്ടമാണ് സഭ, അതിന് യാതൊരു തർക്കവും ഇല്ല. പക്ഷെ ഈ നിലയിലുള്ള ഒരു ടീമാണോ എന്നുള്ളതാണ് പ്രധാനമായുള്ള ചോദ്യം മുന്നിൽ വരുന്നത്. അപ്പം റിസൾട്ട് ഉണ്ടാകണം സഭയ്ക്ക്. കൃപാവരങ്ങൾ ഉപയോഗിക്കപ്പെടണം. ഡിഫൈൻഡ് റോൾസ് ഓരോരുത്തർക്കും മനസ്സിലാക്കി പ്രവർത്തിക്കണം. പരസ്പര ആശ്രയത്വത്തോടെ ഓരോരുത്തരും അവരുടെ സ്കിൽസ്, റിസോഴ്സസ് എല്ലാം അവരുടെ മെയിൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കണം. കർത്താവ് ലോകമെങ്ങും പോയി സുവിശേഷം പറയാൻ പറഞ്ഞ ആ ദൗത്യം, അതാണ് സഭയെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയി. അത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പം അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീമായി നിൽക്കുമ്പോഴാണ് നമുക്ക് ബെനിഫിറ്റ് കൂടുതൽ കിട്ടുന്നത്. ഞാനൊരു എക്സാമ്പിൾ അതിന്റെ പറയാം. അമേരിക്കയിൽ ഒരു ടെസ്റ്റ് നടത്തി. കുതിരകളെ വെയിറ്റ് എടുക്കാനായിട്ട് വലിപ്പിക്കുന്ന ഒരു ടെസ്റ്റ് ആയിരുന്നു. അപ്പൊ അതിൽ ഫസ്റ്റ് വന്ന കുതിര ഏകദേശം 2000 പൗണ്ടോടാണ് വലിച്ചത്. അതായത് പുള്ളി ചെയ്ത് മാറ്റിയത് 2000 പൗണ്ടാണ്. അതിന്റെ സെക്കൻഡ് വന്നത് 1850 പൗണ്ടാണ് സെക്കൻഡ് വന്ന കുതിര വലിച്ചത്. എന്നാൽ ഇതിനെ രണ്ടുപേരെയും കൂടി, ആ കുതിരകളെ കൂടി കൂട്ടിക്കെട്ടിയിട്ട് അവര്
അതിനെ കൊണ്ട് വലിച്ചപ്പോൾ 5500 പൗണ്ടാണ് രണ്ടും കൂടെ വലിച്ചത്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കമ്പൈൻഡ് എഫർട്ട് പ്രൊഡ്യൂസസ് എ ഗ്രേറ്റർ റിസൾട്ട്. ഒരു ഇൻഡിവിജ്വൽ എഫർട്ടിനെക്കാട്ടിലും ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാകുന്നത് ഒരു കമ്പൈൻഡ് എഫർട്ടാണ്. പലപ്പോഴും നമ്മൾ എല്ലാവരെയും ചേർത്ത് നിൽക്കാനുള്ള പരാജയപ്പെടുത്തു പോകുന്നുണ്ട്. അല്ലെങ്കിൽ ചേർന്ന് നിൽക്കാതെ മെയിൻസ്ട്രീമിൽ നിന്ന് മാറി നിൽക്കുന്നവർ അവരെന്തുകൊണ്ട് അങ്ങനെ മാറി നിൽക്കുന്നു എന്നുള്ളത് പലപ്പോഴും നമ്മൾ പരിശോധിക്കാറില്ല. എന്ന് മാത്രമല്ല, ഈ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്ന ടീമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഫൈനൽ റിസൾട്ട് എന്ന് പറയുമ്പോൾ അത് നല്ലതാണേലും റിസൾട്ട് നല്ലതാണേലും മോശമാണെങ്കിലും എന്താണ്, ഓരോ മെമ്പേഴ്സും ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വരണം. ഇപ്പൊ സുശേഷ വേലയ്ക്ക് പോയി, എല്ലാവരും വന്നു, രക്ഷിക്കപ്പെട്ടിട്ടില്ല, ആൾക്കാരന്ന് രക്ഷിക്കപ്പെട്ടില്ല, എല്ലാവരും വന്നു എന്നുള്ളത് തന്നെ എന്താണ്, അതൊരു ഷെയർഡ് ഇൻട്രസ്റ്റ് ആണ്. കർത്താവ് വേലയ്ക്ക് പറഞ്ഞു, വേലയ്ക്ക് പോയി, എല്ലാവരും വന്നു എന്ന് പറയുന്നത് തന്നെ ഒരു സന്തോഷത്തിന്റെ കാര്യമാണ്. ശരിയാ, റിസൾട്ട് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദൈവം പ്രവർത്തിക്കുന്നത്, പറയാനുള്ള ഉത്തരവാദിത്വം നമുക്ക് പറഞ്ഞുള്ളൂ. പക്ഷെ അത് സഭയായിട്ടുള്ളൊരു സന്തോഷത്തിന്റെ സമയം, എല്ലാവരും സുശേഷ വേലയ്ക്ക് വന്നു എന്ന് പറയുന്നത്. ഒരുപക്ഷെ മറ്റേ സൈഡ് ബാഡ് എഫക്റ്റ് ഉണ്ടാകാം, കാരണം ആരും രക്ഷിക്കപ്പെട്ടില്ല എന്ന് പറയുന്ന ഒരു സത്യം അവിടെ വന്നെങ്കിലും എന്താണ്, നമ്മുടെ പർപ്പസ് എന്തായിരുന്നു, സുശേഷം പറയാ, ആ ഗോള് നമ്മൾ നേടും. രക്ഷിക്കപ്പെടുക എന്നുള്ള പരിപാടി ദൈവത്തെ ആത്മാവിന്റെ പ്രവർത്തനമാണ്, ദൈവമാണത് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അത് ഓരോരുത്തരുടെയും പെർഫോമൻസ് വ്യത്യസ്തമാണ്, അത് ഏത് നിലയിലാണെങ്കിലും. ഇപ്പൊ നമുക്കറിയാം, കൃപാവരങ്ങൾ വ്യത്യസ്തമാണ് എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എല്ലാവർക്കും എല്ലാ കൃപാവരവും ഇല്ല. എല്ലാ കൃപാവരവും ഒരാൾക്കും ഉള്ളതെന്ന് വിചാരിക്കും. അങ്ങനെയാണ് പിന്നെ ടീം എന്ന് പറയണോന്ന് ചോദിക്കും. എല്ലാ കൃപാവരങ്ങളും ഒരാള് തന്നെയാണ് സഭയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ ടീം എന്ന് പറയാൻ പറ്റില്ല ബൈബിളിന്റെ ആസ്പെക്റ്റില്, അത് ദൈവാത്മ ഉദ്ദേശിച്ചിട്ടുമില്ല. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീം എന്ന് പറയുന്നത് കേവലം ഒരു ഗ്രൂപ്പ് അല്ല. ഞാൻ പറഞ്ഞു വന്നതാണ്, ടീം എന്ന് പറയുന്നത് ഓരോരുത്തരും പൊതുവായ ലക്ഷ്യപ്രകാരം സ്വന്തം ഉത്തരവാദിത്തങ്ങള് പരസ്പര ആശ്രയത്തോടെ എന്താണ് ചെയ്യുന്ന ഒന്നാണ്. എല്ലാ ഗ്രൂപ്പിനെയും ടീം എന്ന് പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു വന്നു. സഭ, ക്രിസ്ത്യൻ മിനിസ്ട്രി എന്ന് പറയുന്നത് ഗ്രൂപ്പ് എന്ന നിലയിൽ പ്രവർത്തിക്കേണ്ടതല്ല, മറിച്ച് ഒരു ടീം എന്ന നിലയിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പം ഞാൻ അതിന് സമയം പോയതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. ഒരു എക്സാമ്പിള് പൗലോസിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. പൗലോസിന്റെ ജീവിതം, കൊലോസ്യ ലേഖനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 7 മുതൽ 15 വരെയുള്ള വാക്യം. അവിടെ പൗലോസിനെയും പൗലോസിന്റെ ടീമിന്റെയും ആൾക്കാരെ കുറിച്ച് അവിടെ പറയുന്നു. 4-ാം അധ്യായം അതിന്റെ 7 മുതൽ 15 വരെ. നിങ്ങൾക്കത് അറിയാം എന്നുള്ളതുകൊണ്ട് ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. അവിടെ ചില വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ 10 ആളുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പൗലോസിന്റെ ടീമിൽ ഉണ്ടായിരുന്ന 10 പേരെ കുറിച്ച് അവിടെ പറയുന്നു. അതിലൊന്ന് ആദ്യം പറയുന്നത് തിഹിക്കോസിനെ കുറിച്ചാണ്. തിഹിക്കോസിനെ കുറിച്ച് പറയുമ്പോൾ, എൻ്റെ പ്രിയ സഹോദരൻ, വിശ്വസ്തനായിരിക്കുന്ന ശുശ്രൂഷകൻ, എൻ്റെ കൂട്ടുവേലക്കാരൻ. അതുപോലെ തന്നെ പറയുന്നത് എ മെസ്സഞ്ചർ ആൻഡ് ആൻ എൻകറേജർ. അപ്പം ഈ പറഞ്ഞ 10 പേർക്കും 10 നിലയിലാണ് പൗലോസിന്റെ ടീമില് ഉണ്ടായിരുന്നത്. അവിടെ തിഹിക്കോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യം അങ്ങനെയാണ്, മെസ്സഞ്ചർ ആൻഡ് എൻകറേജർ.
വീണ്ടും പറയുന്ന കാര്യം ഒനേസിമസിനെ കുറിച്ചാണ്. അവിടെ ഒനേസിനെ കുറിച്ച് പറയുമ്പോൾ ഒനേസിമോസ് ഫെയ്ത്ത്ഫുൾ ആണ്, പൗലോസിന് പ്രിയനാണ്. എന്നാൽ ഒനേസിമോസിന് എന്താണ്, തിഹിക്കോസിന്റെ കൂടെ ലെറ്റർ കൊടുക്കാനായിട്ട് കൂട്ടായിട്ട് പോകുന്ന ഒനേസിമോസ് ആണ്. അവിടെ ഡ്യൂട്ടി അസൈൻ ചെയ്തിട്ടുണ്ട് അല്ലെ. പിന്നീട് അരിസ്തർഹോസ് ആണ്. അരിസ്തർഹോസിനെ കുറിച്ച് പറയുമ്പോൾ താൻ പൗലോസിനോടൊപ്പം ജയിലിലാണ്, ബദ്ധൻ അല്ലെ. മർക്കോസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അല്ലെ. അവിടെ ബർന്നബാസിന്റെ മച്ചിനായ മർക്കോസും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മർക്കോസ് പൗലോസിന്റെ ടീംമേറ്റ് ആയിരുന്നു. പിന്നീട് ഫസ്റ്റ് മിഷണറി യാത്ര കഴിഞ്ഞപ്പോൾ മർക്കോസിനെ കൂട്ടിക്കൊണ്ടുപോയില്ല. ചെറിയൊരു പ്രശ്നം മർക്കോസും പൗലോസും തമ്മിൽ ഉണ്ടായി. എന്നാൽ പിന്നീട് നമ്മൾ വായിക്കുന്നത് മർക്കോസിനെ പൗലോസ് ചേർത്ത് നിർത്തിയത് കൊണ്ടാണ് എന്താണ്, മർക്കോസ് മുഖാന്തരം ഒരു സുവിശേഷം തന്നെ നമുക്ക് ലഭിച്ചത്. അപ്പം ഒരു പക്ഷെ ഞാൻ വിചാരിക്കുകയാണ് മർക്കോസിന്റെ റോൾ ഒന്ന് മാറ്റിക്കാണും, ഒരു റോൾ ചേഞ്ച് വന്നതാണ്. നമുക്ക് അങ്ങനെ വ്യക്തമായിട്ടൊന്നും അതിനകത്തില്ല. എങ്കിലും ഞാൻ വിചാരിക്കുന്നത് ചിലരൊക്കെ വിട്ടുപോകുന്നവരുണ്ടെങ്കിലും അവരെ ചേർത്ത് നിൽക്കുന്നത്, ഒരു റോൾ ചേഞ്ചിങ് കൊടുക്കുന്നത് ഒരു പക്ഷേ തീർച്ചയായും അതൊരു ടീമിന് ബെനിഫിഷ്യലായിട്ട് മാറും, അല്ലെ ക്രിസ്ത്യൻ മിനിസ്ട്രിക്ക് ബെനിഫിറ്റ് ആയിട്ട് മാറും. മർക്കോസിനെ സംബന്ധിച്ച് കഴിയുമ്പം എന്താണ്, അങ്ങനെ തിരിച്ചൊരു വരവ് വന്നതുകൊണ്ടാണ് ഒരു പക്ഷേ ആ സുവിശേഷം തന്നെ ലഭിച്ചത് എന്ന് പറയാം. പിന്നെയുള്ളത് ബർന്നബാസിനെ കുറിച്ചാണ്. ബർന്നബാസിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ മർക്കോസിന്റെ കസിൻ എന്ന നിലയിൽ മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ബർന്നബാസ് പൗലോസിന്റെ ആദ്യത്തെ മിഷണറി യാത്രയില് കൂട്ടുവേലക്കാരനായി പോയതാണ്. അപ്പോസ്തലപ്രവൃത്തിയിൽ 13-ാം അധ്യായ പ്രകാരം കർത്താവ് പരിശുദ്ധാത്മാവ് വിളിച്ച് വേർതിരിച്ച പ്രകാരം അവര് സുവിശേഷ വേലയ്ക്ക് പോയതാണ്. അപ്പം പരിശുദ്ധാത്മാവ് പറഞ്ഞത് പ്രകാരം തന്നെ അയച്ച് പോയവരിൽപ്പെട്ട ഒരാളാണ് ബർന്നബാസ്. പിന്നീട് യുസ്തോസിനെയാണ്. യുസ്തോസിനെ കാണുന്നത് യഥാർത്ഥത്തിൽ അനദർ കോവർക്കർ, മറ്റൊരു കൂട്ടുവേലക്കാരൻ, ദൈവരാജ്യത്തെ പ്രതി കൂട്ടുവേലക്കാരനായിരുന്ന. എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് മറ്റൊരു ദൗത്യം ഉണ്ടായിരുന്നു. അദ്ദേഹം എന്താണ്, പൗലോസിനൊരു കംഫർട്ടായിട്ട് തീർന്നു അല്ലെ. പൗലോസിനൊരു കംഫർട്ടായിട്ട് തീർന്നു. പിന്നെ 7-ാമത്തെ വ്യക്തിയാണ് എപ്പഫ്രാസ്. എപ്പഫ്രാസിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ക്ലോസ് സിറ്റിയിൽ തന്നെ ഉള്ളതാണ്. അദ്ദേഹം മെയിനായിട്ട് ചെയ്തിരുന്ന കാര്യം എന്താ, പ്രാർത്ഥന അല്ലെ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ പ്രാർത്ഥനയിൽ പോരാടുന്ന വ്യക്തി. നോക്കണം, ഓരോരുത്തർക്കും അവരുടേതായ റോളുണ്ട്, അവരത് ചെയ്യുന്നുണ്ട്. ആ റോള് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, അവരെന്താ ചെയ്യുന്നത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പൗലോസിനത് കഴിയുന്നുണ്ട് അല്ലെ. എപ്പഫ്രാസ് പ്രാർത്ഥനയിൽ പോരാടുന്നു. ലൂക്കോസ് ഡോക്ടറാണ്. നമുക്കറിയാം, ലൂക്കോസ് പൗലോസിന്റെ കൂടെ യാത്ര ചെയ്ത് പോയി എന്ന് മാത്രമല്ല, ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളിലും എല്ലാം എന്താണ് എഴുതാനായിട്ട് ഇടയായി തീർന്നു. ഏർലി ചർച്ചിന്റെ ഒരു ഹിസ്റ്ററി ലൂക്കോസ് എന്ന ചരിത്രകാരൻ നമുക്ക് തന്നു എന്നുള്ളത് അറിയാം. ദൈവം ഓരോരുത്തർക്കും റോള് കൊടുത്തു, റോള് അങ്ങനെ ചെയ്യുന്നു. ദേമാസിനെ കുറിച്ചാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത് 9-ാമതായിട്ട്. ദേമാസിനെ കുറിച്ച് പൊതുവെ നമ്മൾ ആദ്യം മനസ്സിലാക്കുമ്പം 2 തിമോത്തിയോസ് 4:10 ദേമാസ് ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയി എന്നുള്ള വാക്യമായിരിക്കും അല്ലെ. അവസാന കാലത്തേക്ക് വരുമ്പോൾ ദേമാസ് അവസ്ഥ ഇതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ
ഒന്നാം നൂറ്റാണ്ടിലെ ടീമാണെങ്കിലും ടീമിൽ പ്രശ്നങ്ങളുണ്ട്. ടീം എന്ന നിലയിൽ വരുമ്പോൾ അവിടെ ഈ പറഞ്ഞ ടീമിന്റെ കോമ്പണൻസ് എല്ലാം തികയുന്നില്ലെങ്കിൽ എവിടെയും പരാജയമാണ്. അത് ഒന്നാം നൂറ്റാണ്ടാണേലും ഈ കാലഘട്ടത്തിലാണേലും അത് പരാജയത്തിലേക്ക് പോകാം. സമ്പൂർണ്ണ പരാജയം എന്ന് ഞാൻ പറയല്ല, അതിന്റെ ശരിയായ എഫക്റ്റിലേക്ക് എത്താൻ സാധിക്കാതെ വരും. അപ്പം ആദ്യകാല സഭയ്ക്ക് തന്നെയും ഈ ടീം എന്ന നിലയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ദമാസ് വിട്ടുപോയി എന്ന് പറയുമ്പോഴും എന്താണ്, അവിടെ അത്രയും കാലം കൂടെ നിന്ന ആള് വിട്ടുപോയി, അത് ബുദ്ധിമുട്ടാണ്. അത് ഒന്നാം നൂറ്റാണ്ടിൽ സംഭവിച്ചെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും സംഭവിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊന്ന്, പത്താമത് ഒരു സഹോദരിയെ കുറിച്ചാണ്. ഈ ലിസ്റ്റില് ഒരു സഹോദരി അല്ലെ, ആ സഹോദരിയുടെ റോൾ എന്താണ്? ഭവനം സഭയ്ക്കായിട്ട് തുറന്നു കൊടുത്തു. ഭവനം സഭയ്ക്കായിട്ട് തുറന്നു കൊടുത്തു അല്ലെ, എന്ന് വെച്ചാല് വീട്ടിലെ സഭയ്ക്കും അങ്ങനെയാണ്. നുംഫയ്ക്കും അവളുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചെല്ലുകയും. അപ്പൊ ഞാൻ പറഞ്ഞത്, പൗലോസിന്റെ വർക്ക് എന്ന് പറയുന്ന ഒരു ടീം വർക്കാണ്, അല്ലെങ്കിൽ മിഷൻ വർക്കായിരുന്നു. അത് ആ ടീം അത്ര മനോഹരമായി തീർന്നത് അവരുടെ ഉത്തരവാദിത്തങ്ങൾ ശരിയായി ചെയ്തത് കൊണ്ടാണ്. അപ്പൊ നമ്മളുടെയും സഭയിലെ ദൗത്യങ്ങളാണെങ്കിലും സഭയുടെ ഇവന്റ്സ് ആണെങ്കിലും വിജയകരമായി തീരാൻ വേണ്ടി അവരുടെ ഉത്തരവാദിത്തങ്ങൾ ശരിയായിട്ട് നിർവഹിക്കുക തന്നെ വേണം. അതിന് മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ടീം എന്താണ്, അത് എന്താണ് അർത്ഥമാക്കുന്നത്, നമ്മുടെ റോൾ എന്താണ്. എനിക്ക് ആ ടീമിൽ ഒരു റോളും ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. നമ്മുടെ കൃപാവരങ്ങളെ തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് പറയുന്നത്, ഈവൻ സെർവിങ് അറ്റ് ചർച്ച് ഇവന്റ്സ്, അതുപോലെയും ക്രിസ്ത്യൻ മിനിസ്ട്രിയിൽപ്പെട്ട കാര്യങ്ങളാണ്. സുവിശേഷം പറയാനായിട്ട് പോകുന്നത് മാത്രമല്ല ക്രിസ്ത്യൻ മിനിസ്ട്രി എന്ന് പറയുന്നത്. സഭ എന്നുള്ള നിലയിൽ ചെയ്യുന്ന എല്ലാ ഇവന്റ് പരിപാടികളും അത് ക്രിസ്ത്യൻ മിനിസ്ട്രിയിൽപ്പെട്ടതാണ്. സുവിശേഷം ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞു, ശിഷ്യന്മാരെ ഉണ്ടാക്കാൻ പറഞ്ഞു. അതില് മെയിൻ ഭാഗം തന്നെയാണ് സഭയും. സഭയിലൂടെയാണ് മെയിനായിട്ട് ശിഷ്യത്വവും നമ്മൾ പഠിപ്പിക്കുന്നത് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് സുവിശേഷത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റൊരു ആംഗിളിൽ പറയാം, ഇവാഞ്ചലിസം ഷുഡ് ബി എ വേ ഓഫ് ലൈഫ് ഫോർ എവരി ക്രിസ്ത്യൻ. എവരി ക്രിസ്ത്യൻ. പക്ഷെ അങ്ങനെ നടക്കുന്നില്ല, കാരണം നമ്മുടെ ദൗത്യങ്ങൾ മറന്നുപോകും. അതാണ് എന്റെ പ്രശ്നം. പൗലോസ് അപ്പോസ്തലൻ ഒറ്റയ്ക്ക് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും രാജാക്കന്മാരുടെയും വലിയ വലിയ ആൾക്കാരുടെയും മുമ്പിലാണോ ഒറ്റയ്ക്ക് എന്ന് സുവിശേഷം പ്രസംഗിച്ചത് അല്ലെ. പക്ഷെ ഇവാഞ്ചലിസം ട്രൂലി ഈസ് എ ടീം സപ്പോർട്ട്. അപ്പം ചർച്ച് ഇവന്റ്സ് ആണെങ്കിലും ഇവാഞ്ചലിസം ആണെങ്കിലും അതൊരു ടീം സപ്പോർട്ടിലാണ് മുന്നോട്ട് പോകുന്നത്. അതായത് അതിനുവേണ്ടിയാണ് ദൈവം നമ്മൾ ഒരുമിച്ച് ചേർത്ത് പടുത്തിരിക്കുന്നത്. ഡിഫറെന്റ് സ്കിൽസ് ഓരോരുത്തർക്കും ഉണ്ട്. ആ ഡിഫറെന്റ് സ്കിൽസ് എല്ലാം ചേർത്ത് വെച്ച് ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ഒരു ടീമായി വർക്ക് ചെയ്യാനായിട്ടാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കാം. മറ്റൊരു കാര്യം ഞാൻ അതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു തെറ്റായ ചിന്താഗതിയുണ്ട്. ഒരു സൂപ്പർ ക്രിസ്ത്യൻസിന് മാത്രമേ ഇവാഞ്ചലിസം സാധിക്കുകയുള്ളൂ. ഒന്നാം നൂറ്റാണ്ടിൽ അങ്ങനെയല്ല. സൂപ്പർ ക്രിസ്ത്യൻസിന് മാത്രമല്ല ഇവാഞ്ചലിസം പറ്റുന്ന, എല്ലാ ക്രിസ്ത്യാനികൾക്കും പറ്റും. ചിതറിപ്പോയവർ അവിടെ ഇവിടെ സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറയുമ്പോൾ അത് ഓരോ ക്രിസ്ത്യാനിയും അത് അവരുടെ ദൗത്യം ശരിയായി നിർവഹിച്ചു എന്നുള്ളതാണ്. അപ്പം സമയം തീരാൻ പോകുന്നുണ്ട്, ഞാൻ നിർത്തട്ടെ. നമ്മളൊരു ടീമായി വർക്ക് ചെയ്യുന്നുണ്ടോ? ടീം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ക്രിസ്ത്യൻ മിനിസ്ട്രിയിൽ നമ്മുടെ റോൾ എന്താണ്? അതോ നമ്മൾ പലരും ചിന്തിക്കുന്ന ഇവാഞ്ചലിസം അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിനിസ്ട്രി ചില സൂപ്പർ ക്രിസ്ത്യൻസിന് വേണ്ടി മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ ഗ്രേറ്റ് ടീംസ് എന്ന് പറയുന്നത് സൂപ്പർ സ്റ്റാർസിന് വേണ്ടി ഉള്ളതാണ്. നമുക്കറിയാം സഭയിൽ സൂപ്പർ സ്റ്റാർസ് ഇല്ല, എല്ലാ മെമ്പേഴ്സും.
അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നത് ഗ്രേറ്റ് ടീംസ് ആർ ഗ്രേറ്റ് ബിക്കോസ് ദേ ആർ ഫുൾ ഓഫ് പീപ്പിൾ. ഗ്രേറ്റ് ടീംസ് ആർ ഗ്രേറ്റ് ബിക്കോസ് ദേ ആർ ഫുൾ ഓഫ് പീപ്പിൾ. അപ്പൊ ചോദ്യം, അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദോസ് ഹു നോ ദെയർ റോൾ. ഒന്ന്, അവരുടെ റോൾ മനസ്സിലാക്കണം. സെക്കൻഡ്, ദോസ് ഹു ഡു ഇറ്റ് ഇൻ ദ ബെസ്റ്റ് ദേ ക്യാൻ. ഏറ്റവും മെച്ചമായി അവർക്ക് ചെയ്യാൻ കഴിയുന്ന മെച്ചമായിട്ട് ചെയ്യാൻ. മറ്റൊരു കാര്യം പറയുന്നത്, ടീം എന്നാണ്, ആ ടീം ആകണമെങ്കിൽ നമ്പർ കൂടണം എന്നല്ല ഞാൻ പറഞ്ഞത്. ടീം ചെറിയ ടീമാകാം, വലിയ ടീമാകാം, നമ്പറിലല്ല കാര്യം. അത് ഏറ്റവും എഫക്റ്റീവായി പ്രവർത്തിക്കുന്നതിലാണ് കാര്യം. ഇപ്പൊ നമുക്കറിയാം, സുവിശേഷ വേലയ്ക്ക് പോകുമ്പം 2 പേരായിട്ട് പോകുന്നവരുണ്ട്. ഓപ്പൺ എയറിലേക്ക് പോകുമ്പം അത് 2 പേര് മാത്രമായിട്ട് പോകുന്നത് എന്താണ്, ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഓപ്പൺ എയർ പ്രോഗ്രാമിൽ പോകുന്ന പോലെ അല്ല നമ്മൾ ഹൗസ് വിസിറ്റിങ്ങിന് പോവുക, വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഈ ക്ലാസ് മുഖാന്തരം നമ്മളൊരു ടീമിന്റെ ഭാഗമാണോ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നുണ്ടോ, പരസ്പരം കോംപ്ലിമെന്ററി ആയി പരസ്പരം കരുതി ശരിയായ ആശയവിനിമയത്തിലൂടെ ലക്ഷ്യത്തിലേക്ക്, സഭയ്ക്ക് ഒരു ലക്ഷ്യമാണ്, അതാണല്ലോ മിനിസ്ട്രിക്ക് ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ അവസാനിപ്പിക്കാം. മൈക്കൽ ജോർഡൻ, അമേരിക്കയുടെ ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരിക്കുന്ന മൈക്കൽ ജോർഡൻ ഇങ്ങനെ പറഞ്ഞു, ടാലന്റ് വിൻസ് ഗെയിംസ് ബട്ട് ടീം വർക്ക് ആൻഡ് ഇന്റലിജൻസ് വിൻ ചാമ്പ്യൻഷിപ്പ്. ടാലന്റ് ചിലപ്പം ഗെയിം ജയിപ്പിക്കുമായിരിക്കും, പക്ഷെ ചാമ്പ്യൻഷിപ്പ് നേടണമെങ്കിൽ ടീം വർക്കും ബുദ്ധിയും. അതുപോലെ തന്നെ ആപ്പിളിന്റെ കമ്പ്യൂട്ടറിന്റെ നേതാവായിരുന്ന സ്റ്റീവ് ജോബ്സ് ഒരിക്കൽ ഇങ്ങനെയാ പറഞ്ഞത്, ഗ്രേറ്റ് തിങ്സ് ഇൻ ബിസിനസ് ആർ നെവർ ഡൺ ബൈ വൺ പേഴ്സൺ, they are done by a team of people. അങ്ങനെയാണ് പറഞ്ഞത്. നമ്മളെ ഒരു വലിയ മിനിസ്ട്രി ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, ടീമായിട്ട് തന്നെ ചെയ്യണം. വരുന്ന ദിവസങ്ങളിൽ അങ്ങനെ തന്നെ ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ. നിർവചനപ്രകാരമുള്ള കാര്യങ്ങൾ വേണം, പൊതുവായ ലക്ഷ്യം നമുക്ക് വേണം, പരസ്പര ആശ്രയത്വം വേണം, നിർവചിക്കപ്പെട്ട റോളുകൾ ഓരോരുത്തർക്കും വേണം, പരസ്പരപൂർവമായിരിക്കുന്ന കഴിവുകൾ അത് പരസ്പരം ശരിയാവണ്ണം ഉപയോഗിക്കണം, പരസ്പര ഉത്തരവാദിത്വം വേണം, സഹകരണം വേണം, ആശയവിനിമയം വേണം, അതുപോലെ തന്നെ മ്യൂച്വൽ ട്രസ്റ്റ്, പരസ്പരം എന്താണ് വിശ്വസിക്കാൻ കഴിയണം. ഇതെല്ലാം നമുക്കൊരു ടീമായി ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാൻ ആവശ്യമാണ്. അതിനായിട്ട് ദൈവം നമ്മളെ ഇവരെ സഹായിക്കട്ടെ. ക്രിസ്ത്യൻ മിനിസ്ട്രി ഏറ്റവും മെച്ചമായി പോകാൻ ദൈവം ഒരു ദിവസങ്ങളിൽ സഹായിക്കട്ടെ. ദൈവം അവരെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അങ്കിൾ. നമ്മൾ കേട്ടത് ലോകത്തിലെ ടീം വർക്ക് എങ്ങനെയാണ്, ആ പ്രിൻസിപ്പിൾസ് നമ്മൾ ക്രിസ്ത്യൻ മിനിസ്ട്രിയിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ്. ഞാൻ അങ്കിള് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അത് ക്രിസ്ത്യൻ മിനിസ്ട്രി എന്താണെന്നുള്ള കാര്യം ഒന്ന് കൺക്ലൂഡ് ചെയ്ത് എഴുതിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ആശയം എങ്ങനെയാണ്, വ്യത്യസ്തമായ കൃപാവരങ്ങളുള്ള ആളുകളെ ഒരു ശരീരത്തിലെ അവയവങ്ങൾ ഒന്നായി ചേർന്ന് പ്രവർത്തിക്കുന്നത് പോലെ ഒരുമിച്ച് ദൈവരാജ്യത്തിന്റെ പണിക്കായി നമ്മുടെ ഒരു ഗോൾ ക്ലിയർ ആയിരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ ദൈവരാജ്യത്തിന്റെ പണിക്കായി പരസ്പരം ആശ്രയിച്ച്, പരസ്പരം ബഹുമാനിച്ച്, പരസ്പര പൂരകങ്ങളായി ഒരു മനസ്സോടെ പ്രവർത്തിക്കുന്നതിനെയാണ് ടീമായിട്ട് ക്രിസ്ത്യൻ മിനിസ്ട്രി ചെയ്യുന്നത് എന്നാണ് അങ്കിള് പറഞ്ഞതിന്റെ ഒരു ചുരുക്കമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. അതിൽ തന്നെ ഓരോരുത്തർക്കും അവരവരുടെ റോളിന്റെ ക്ലാരിറ്റി ഉണ്ടാവണം, അവരവര് എന്താണ് കോമൺ ഗോൾ എന്നുള്ള ക്ലാരിറ്റി ഉണ്ടാവണം. അതുപോലെ ഓരോ ഇൻഡിവിജ്വൽസും അവരുടെ കൃപാവരങ്ങൾ അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് ആ ടീം ആസ് എ ഹോൾ അത് ഗോൾ അച്ചീവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ കേട്ടു. അദ്ദേഹം നമ്മെ ഈ വിധത്തില് ടീമായിട്ട് നമ്മുടെ മിനിസ്ട്രിയിൽ ക്രിസ്ത്യൻ മിനിസ്ട്രി ചെയ്യാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ, ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മൾ നല്ല ടീമുകൾ ബിൽഡ് ചെയ്യാനായിട്ടും ടീമായിട്ട് ദൈവരാജ്യത്തിന്റെ പണി
ഇനി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും നമ്മുടെ സഹോദരങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.